എത്ര വലിയ ത്യാഗങ്ങൾ ഏത് ആരാധനകൾക്ക് പിന്നിൽ നമ്മൾ സഹിക്കുക എന്നതിലല്ല കാര്യം. എത്ര ത്യാഗങ്ങൾ സഹിച്ചാലും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏതൊരു ആരാധന നിശ്ചയിച്ചു തരുമ്പോഴും അതിലൂടെ അവൻ ഒരു ലക്ഷ്യം വെച്ചിട്ടുണ്ട്. ആ ലക്ഷ്യത്തിലേക്ക് നമ്മൾ എത്തിയെങ്കിൽ മാത്രമേ ആ ആരാധനകൾക്ക് പിന്നിലെ നാം ത്യജിച്ച ത്യാഗങ്ങൾക്കും സഹിച്ച പ്രയാസങ്ങൾക്കും എല്ലാം നമുക്ക് കൂലി കിട്ടുകയുള്ളൂ. എങ്കിൽ എന്താണ് 2-3 ദിവസം കഴിഞ്ഞാൽ അള്ളാന്റെ തൗഫീഖോട് കൂടെ നമ്മൾ നോക്കാൻ പോകുന്ന നോമ്പിന്റെ പിന്നിലുള്ള ലക്ഷ്യം? അത് നമ്മൾ അത് വരുന്നതിന് മുൻപ് തന്നെ മനസ്സിൽ കോറിയിടണം. ഞാൻ ആമുഖമായി കൊണ്ട് ഓതി വെച്ച ആയത്തിൽ റഹ്മാനായ റബ്ബ് സൂറത്തുൽ ബഖറയിലെ 183-ാമത്തെ ആയത്തിലൂടെ നമ്മളെ പഠിപ്പിച്ചു. എന്തിനാണ് കൂട്ടരെ നിങ്ങൾക്ക് നോമ്പ്? നിങ്ങളെ പട്ടിണിക്കിട്ട് പ്രയാസപ്പെടുത്താനാണ്. നിങ്ങൾക്കൊരു 10-13 മണിക്കൂർ പകലിൽ ഭക്ഷണം കഴിക്കേണ്ടതില്ല എന്ന് പറയുക വഴി റഹ്മാനായ റബ്ബിന്റെ ഖജനാവിന് എന്തെങ്കിലും മെച്ചമുണ്ടോ? നിങ്ങളെ പ്രയാസപ്പെടുത്താനല്ല, അള്ളാഹ്ക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടാക്കാനല്ല, നിങ്ങൾക്ക് വേണ്ടിയാണ്. നിങ്ങൾക്ക് വേണ്ടിയാണ്. അതേതാ ആ കാര്യം? അള്ളാഹ് പറയാ, യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ വിശ്വാസികളെ എന്ന് പറഞ്ഞു. അവിടെ അയ്യുഹന്നാസ് എന്ന് പ്രയോഗിച്ചില്ല, അല്ലയോ ജനങ്ങളെ എന്ന് പറഞ്ഞില്ല. വിശ്വാസികളെ, പരലോകമുണ്ടെന്ന് കരുതുന്നവരെ, ഒരു മരണം എന്നെ കാത്തിരിക്കുന്നുണ്ട് എന്ന് കരുതുന്നവരെ, 6 അടി മണ്ണിലേക്ക് എന്നെ വെക്കുമെന്ന് ഉറപ്പുള്ളവരെ, നിങ്ങളോടാണ് എനിക്ക് ചിലത് പറയാനുള്ളത്. കുത്തിബ അലൈക്കുമുസ് സിയാം, നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് മാത്രമല്ല, കമാ കുത്തിബ അലല്ലദീന മിൻ ഖബ്ലിക്കും, നിങ്ങൾക്ക് മുൻപ് കഴിഞ്ഞു പോയ പല ജനതകൾക്കും നിർബന്ധമാക്കപ്പെട്ടതുപോലെ. എന്തിനാ? ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങളുടെ ജീവിതത്തിൽ തഖ്വ നേടാൻ വേണ്ടിയിട്ടാണ്, ഭയഭക്തി നേടാൻ വേണ്ടിയിട്ടാണ്. എന്താണ് തഖ്വ എന്ന് പറഞ്ഞാൽ? ഇജ്തിനാബുൽ മആസി വഫിഅലുൽ മഅറൂഫ് എന്ന് പറഞ്ഞാൽ എന്താ? തിന്മകൾ പാടേ നമ്മുടെ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കുന്ന സ്വഭാവം. ഒരു തെല്ല് പോലും ജീവിതത്തിൽ പാപങ്ങൾ കടന്നു വരുന്നതിനെ സൂക്ഷ്മമായി നിരീക്ഷിച്ച് ഇല്ലെന്ന് ഉറപ്പുവരുത്തുന്ന ഒരു വല്ലാത്തൊരു പ്രതിഭാസം. പിന്നെ ധാരാളമായി നന്മകൾ ചെയ്യാനുള്ളൊരു മനസ്സ്, അതിനെയാണ് തഖ്വ എന്ന് പറയുന്നത്. സഹോദര, നിന്റെ ജീവിതത്തിൽ ആ ഒരു പേടി, പടച്ചോനെ പേടി നമ്മൾ പറയില്ലേ, പടച്ചോനെ പേടിച്ചിട്ട് പറയുന്നിടത്തും പ്രവർത്തിക്കുന്നിടത്തും ചിന്തിക്കുന്നിടത്തും പോലും അല്ലാഹുവേ എന്നൊരു ചിന്ത മുന്നിൽ വെച്ച് ജീവിതത്തെ ക്രമപ്പെടുത്താൻ കഴിയുക എന്ന വലിയ ഒരു ലക്ഷ്യം 10-30 ദിവസം നിങ്ങൾക്ക് നിശ്ചയിക്കുക വഴി നിങ്ങൾക്ക് ആ ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ ആക്കി തീർക്കാൻ വേണ്ടിയിട്ടാണ് എന്നതാണ്. എന്തിനാണ് സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൽ തഖ്വ? ആ തഖ്വ ഇല്ലെങ്കിൽ എന്താ പ്രശ്നം? തഖ്വ ഇല്ലെങ്കിൽ ഒരുപാട് പ്രശ്നമുണ്ട്. തഖ്വ ഉണ്ടെങ്കിലേ നമ്മുടെ ജീവിതം കൊണ്ട് എന്തെങ്കിലും അർത്ഥം ഉണ്ടാവുകയുള്ളൂ. നോക്കൂ നിങ്ങൾ, നമ്മളൊക്കെ പ്രവേശിക്കുന്നത്, അല്ലെ പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നത് സ്വർഗത്തിലേക്കാണോ നരകത്തിലേക്കാണോ ചോദിച്ചു കഴിഞ്ഞാല് ആരെങ്കിലും പറയോ? സുഹൃത്തുക്കളെ, ഏതെങ്കിലും ഒരാൾ ഈ സദസ്സിൽ നിന്നും കൈപൊക്കോ? ഞാൻ തിരക്കടില്ല, 2 ദിവസം നരകത്തിൽ പോയി കടന്നോളാം ആരെങ്കിലും പറയോ? ഇല്ല. എല്ലാവർക്കും വേണ്ടത് സ്വർഗമാണ്. ആഗ്രഹിച്ചതുകൊണ്ട് മാത്രം കാര്യമായോ? അല്ല. സ്വർഗത്തിന്റെ സുന്ദരമായ ഇടങ്ങളെ കുറിച്ച് വർണ്ണിച്ചിട്ട് റഹ്മാനായ റബ്ബ് അതിന്റെ വിശാലതയും അതിന്റെ വലിപ്പും ഒക്കെ പറഞ്ഞിട്ട് റഹ്മാനായ റബ്ബ് പറയാ, ഉഇദ്ദത് ലിൽ മുത്തഖീൻ. അല്ലാഹ് പറയാ, ആ സ്വർഗം അത് ഞാൻ തയ്യാറാക്കിയിട്ടുള്ളത് അല്ലാഹുവിനെ പേടിച്ച് ജീവിതത്തിൽ തഖ്വ കൈമുതലാക്കി മുന്നോട്ടു പോയ ആളുകൾക്ക് മാത്രമാണ്. സ്വർഗം ഒരു പ്രവേശനം നാം ആഗ്രഹിക്കുന്നുണ്ടോ? ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആയുധം മുത്തഖിയായി പടച്ചോനെ പേടിച്ച് സകലമാന മേഖലകളിലും അള്ളാന്റെ വിധികളും വിലക്കുകളും മാനിച്ചുകൊണ്ട് ജീവിക്കാൻ കഴിയുക എന്നതാണ്. ആ ഒരു ക്വാളിറ്റി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കി തരാനാണ് നോമ്പ്. അള്ളാന്റെ റസൂൽ വീണ്ടും പറഞ്ഞു, അള്ളാൻ റസൂലിനോട് ചോദിക്കപ്പെട്ടു, പ്രവാചകരെ, ജനങ്ങളെ അധികവും സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുന്ന ഘടകം എന്താണ്? അള്ളാൻ റസൂൽ 2 കാര്യങ്ങളെ പറഞ്ഞത്. ഒന്ന്, അവന്റെ മനുഷ്യന്റെ ജീവിതത്തിൽ തഖ്വ വേണം. അത്തഖ്വല്ലാഹ്, തഖ്വല്ലാഹ് അല്ലാഹുവിനെ സംബന്ധിച്ചുള്ള പേടിയാണ്. പിന്നെന്താ? വഹുസ്നുൽ ഖുലുഖ്, സൽസ്വഭാവമാണ്.
ഒന്ന് അള്ളാഹുവിനോടുള്ള ബന്ധമാണ്, രണ്ട് അവന്റെ സൃഷ്ടികളോടുള്ള ബന്ധമാണ്. ഈ രണ്ട് ബന്ധവും ഓക്കെയാക്കിയ ആളുകൾക്കാണ് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ പറ്റുള്ളൂ. പിന്നെന്താ പറഞ്ഞറിയോ? തഖ്വ എന്തിനാന്ന് ചോദിച്ചാൽ ഞാൻ സുഹൃത്തുക്കളെ, മൂന്നാമത്തെ മറുപടി എന്താണെന്നറിയോ? കർമ്മങ്ങൾ സ്വീകരിക്കപ്പെടണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ തഖ്വ ഉണ്ടാകണം. ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ. അല്ലാഹ് കട്ട് ആൻഡ് റൈറ്റിൽ പറഞ്ഞ കാര്യമാണ്. അറബി ഭാഷയുമായി ബന്ധപ്പെട്ട അറിവുള്ളവർക്ക് അറിയാം, അവിടെ അല്ലാഹ് ഉപയോഗിച്ച പദങ്ങളിൽ നിന്നത് വ്യക്തമാണ്. ഇന്നമ എന്ന പദം തീർച്ചയായും, നിശ്ചയമായി, അതൊരു കട്ട് ആൻഡ് റൈറ്റിന്റെ വർത്താനാണ്. അല്ലാഹ് എന്തെങ്കിലും സ്വീകരിക്കുന്നുണ്ടോ അത് മുത്തഖീങ്ങളുടേത് മാത്രമാണ്. ഈ ആയത്താണ് പെരുന്നാളിന് പോലും നമ്മുടെ മുൻഗാമികളെ കരയിപ്പിച്ചത്. നമ്മളെക്കാളൊക്കെ റമളാൻ ഏറ്റവും നന്നായി ഉപയോഗപ്പെടുത്തിയ നമ്മുടെ മുൻഗാമികൾ പെരുന്നാളിന്റെ അന്ന് പോലും മൂലയിൽ ഇരുന്നു കരഞ്ഞു. എന്തേ സുഹൃത്തെ നീ കരയുന്നു? എല്ലാവരും ചിരിക്കുന്ന, എല്ലാവരും ആഹ്ലാദിക്കുന്ന സുന്ദര നിമിഷമായ പെരുന്നാളിനും നീ എന്താ നിന്റെ കണ്ണ് നനഞ്ഞതെന്ന് ചോദിക്കുമ്പോ അവര് പറഞ്ഞു വെച്ച ഓതിയ ആയത്ത ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ. അല്ലാഹ് വല്ലതും സ്വീകരിക്കുന്നത് മുത്തഖീങ്ങളുടെ അമലുകൾ മാത്രമാണ്. സുഹൃത്തെ, എത്ര കണ്ട് ചിന്തിക്കണം നമ്മൾ. അതുകൊണ്ട് ആ ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്താനാണ് അല്ലാഹ് വീണ്ടും പറഞ്ഞു, ഇന്നലിൽ മുത്തഖീന മഫാസ. തീർച്ചയായും വിജയം, പരലോകത്തിലൊരു വിജയം അത് മുത്തഖീങ്ങൾക്ക് മാത്രമാണ് എന്ന്. സഹോദര, നോമ്പിലൂടെ നാം നേടാൻ പോകുന്നതും ഈ വജ്രായുധം തന്നെയാണ്. റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അസ്സിയാമു ജുന്ന, അസ്സിയാമു ജുന്ന. തഖ്വ നേടിയെടുക്കുവാനുള്ള ഏറ്റവും വലിയ വജ്രായുധം അത് നോമ്പ് തന്നെയാണ്. നോമ്പ് ഒരു പരിചയാണ്. യസ്തജിന്നു ബിഹൽ അബ്ദു മിനൻ നാർ. നരകത്തെ തൊട്ട് കാക്കാൻ കഴിയുന്ന വല്ലാത്തൊരു പരിച. നരകത്തിലേക്ക് നമ്മളെ ആകർഷിക്കുന്ന, നരകത്തിലേക്ക് നമ്മളെ കൊണ്ടുപോയി ഇടാൻ ഉപയുക്തമായ പല കാര്യങ്ങളും നമ്മളെ മാടി വിളിക്കുമ്പോൾ അവിടെ നമുക്ക് പരിചയമായി അതിനെ തകർക്കാനും എതിരിടാനും നമ്മുടെ കയ്യിലുള്ള ഏറ്റവും വലിയ പരിചയാണ് നോമ്പെന്ന് പറയുന്നത്. നോമ്പുകാരനാകുമ്പോൾ നമുക്കത് ബോധ്യമാകും. അപ്പോ ഒന്നാമത്തെ കാര്യം സുഹൃത്തുക്കളെ, തഖ്വ നേടിയെടുക്കണം എന്നുള്ളതാണ്. നോമ്പിന്റെ ഒന്നാമത്തെ ലക്ഷ്യം തഖ്വയാണ്. നോമ്പ് നോറ്റിട്ടും പടച്ചോനെ കുറിച്ചുള്ള പേടി നമുക്കില്ലേ, ആ മണിക്കൂറുകൾ അധ്വാനം ഇല്ല എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നോമ്പിലേക്ക് പ്രവേശിക്കപ്പെടുന്നതിന് മുൻപ് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് ശ്രദ്ധിക്കുക, റഹ്മാനായ റബ്ബിനെ പേടിച്ച് ജീവിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. രണ്ടാമത്തെ ലക്ഷ്യം എന്താണെന്നറിയോ? രണ്ടാമത്തെ ലക്ഷ്യം സുഹൃത്തുക്കളെ, ജീവിതത്തിൽ ഒരു ആത്മീയമായ സംസ്കരണം നേടുക എന്നുള്ളതാണ്. എന്തിനാ നോമ്പ്? അതിനാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ സ്വഭാവത്തെയാണ്. ദേഷ്യപ്പെടാൻ പാടില്ല. അള്ളാഹുവിന്റെ റസൂൽ പറയാ, ഇന്ന സിയാമ ലൈസ മിനൽ അക്ലി വശുർബി ഫഖത്ത്. തീർച്ചയായും നോമ്പ് എന്ന് പറഞ്ഞ പലരും ധരിച്ചിട്ടുള്ളത് സുബൈ മുതൽ മഗ്രിബ് വരെ തിന്നാനും കുടിക്കാതെ ഇങ്ങനെ നടന്ന നോമ്പായി എന്നുള്ളത്. അല്ല കൂട്ടരെ, കേവലം പട്ടിണി കിടക്കുന്നതിന്റെ പേരല്ല നോമ്പ്. അള്ളാന്റെ റസൂല് പറയാ, ഇന്നമ സിയാമു മിനൽ ലഗ്വി വറഫസ്. മ്ലേച്ഛമായ ഒരു ഗുണവും പരലോകത്തും ഇഹലോകത്തും ഇല്ലാത്ത എല്ലാ വ്യർത്ഥമായ കാര്യങ്ങളിൽ നിന്നും ഒരു നോമ്പുകാരൻ ഒഴിവായി നിൽക്കണം. അവന്റെ നാവിനെ കടിഞ്ഞാനിടാൻ അവന് പഠിക്കണം. അവന്റെ കണ്ണിനെ കടിഞ്ഞാനിടാൻ അവന് പഠിക്കണം. അവന്റെ സകലമായ അവയവങ്ങളെയും അനാവശ്യങ്ങളിൽ നിന്നും വിട്ടു നിൽക്കാൻ അവനക്ക് കഴിയണം. ആരോടും അകാരണമായി ദേഷ്യപ്പെടാൻ പോലും പാടില്ല. എത്രത്തോളം അറിയോ? അല്ലാഹുവിന്റെ റസൂൽ പറയാ, നിങ്ങൾ ആരെങ്കിലും തെറി വിളിച്ചാൽ പോലും, നമ്മളെ ഒലബളക നമ്മൾ പറയില്ലേ, നമ്മളാകെ കണ്ട് ഹറാസ് ചെയ്ത് നമ്മളെ മൊത്തം കണ്ട് വല്ലാത്തൊരു അവസ്ഥയിൽ കൊണ്ടുപോകുന്ന വാഗ്ദാനം നമ്മുടെ മുമ്പിൽ പറഞ്ഞാൽ പോലും അവനോട് പോലും പറയണം, സുഹൃത്തെ, ഞാൻ നോമ്പുകാരനാണ്, ഇന്നി സ്വായിമായി. ഇതിന് നല്ലത് പറയാൻ അറിയാഞ്ഞിട്ടല്ല, പക്ഷെ ഞാനൊരു പരിശീലന കളരിയിലാണ്, ഞാനൊരു ട്രെയിനിങ്ങിലാണ്. സ്വർഗാവകാശിക്കുണ്ടാകേണ്ട മുഴുവൻ ക്വാളിറ്റികളും എന്റെ ജീവിതത്തിൽ ആവാഹിച്ചെടുത്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ. അങ്ങനെ പറഞ്ഞതിൽ നിന്നും ഒഴിവാകണം. അപ്പോൾ പോലും കമാ എന്നൊരു മറുപടി പറയാനുള്ള ലൈസൻസ് പടച്ചും തന്നിട്ടില്ല. നമ്മുടെ വാപ്പാനെ പറഞ്ഞാലും ഉമ്മാനെ ആരെ പറഞ്ഞാലും എതിരെ പറയാൻ പറ്റൂല. അത് പടച്ചോ നമ്മൾ ആ ലെവലിലേക്ക് കൊണ്ടുവരികയാണ്. നമ്മുടെ പൗരുഷത്തിന്റെ അളവ് സൂചനല്ലാതെ ആണെന്ന് പറഞ്ഞിട്ട് എത്രയൊക്കെ പറഞ്ഞിട്ടോ ഒരു വാക്ക് പറയേണ്ട നാവ് പൊന്തിലല്ലോ എന്ന് ചോദിക്കുമ്പോൾ ചൊടിപ്പിക്കാനൊക്കെ പിശാചിന് അനുയായികളുണ്ടാവും.
അവരുടെ സഹതാപം മതി നമുക്ക്. പടച്ചോ എന്നോടാ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ അങ്ങനെ നിൽക്കുന്നത്. ആ ബോധം നമ്മുടെ സംസാരങ്ങളിലൊക്കെയും ഉണ്ടാക്കണം. അതുകൊണ്ട് സുഹൃത്തെ, ടൈം പാസിന് വേണ്ടി എന്തെങ്കിലും ചെയ്തുകൊണ്ട് നോമ്പാവൂല. പല ആളുകൾക്കും പകലങ്ങോട്ട് പോകൂല. പിന്നെ സീരിയല് കാണുന്നവർ, സിനിമ കാണുന്നവർ, ഷോർട്സും റീൽസും കണ്ട് സമയം തുലക്കുന്നവർ, സോഷ്യൽ മീഡിയകളിൽ അകാരണമായി കൊണ്ട് കയറി പരന്ന് എന്തിനാണ് ഇതൊന്നും അറിയാതെ അങ്ങനെ സമയം കളഞ്ഞത് കൊണ്ട് നോമ്പാവില്ല. നോമ്പുകാരനാണോ നിന്റെ ജീവിതം, നിന്റെ പകൽ ഏറ്റവും വാല്യുബിൾ ആണ്, ഏറ്റവും മൂല്യവത്താണ്. അത് നല്ലതിന് വേണ്ടി ക്രിയാത്മകമായി കൊണ്ട് ഉപയോഗപ്പെടുത്താൻ നമുക്ക് കഴിയണം. ദിക്റുകളിലൂടെ, ദുആകളിലൂടെ, വിശുദ്ധ ഖുർആന്റെ പാരായണങ്ങളിലൂടെ, നല്ല നല്ല സദസ്സുകളിൽ പോയിരുന്ന് അങ്ങനെ ഓരോ സമയവും അൽഹംദുലില്ലാഹ് ഖൈറിലേ ഞാൻ വിനിയോഗിച്ചിട്ടുള്ളൂ എന്ന് നോമ്പുകാരനായിട്ട് പോലും നമ്മളെ കുറിച്ചൊരു മതിപ്പില്ലാത്ത അവസ്ഥ ഉണ്ടെങ്കിൽ പിന്നെ എപ്പോഴാ സുഹൃത്തെ? പിന്നെ നമുക്ക് കഴിയില്ല. അതുകൊണ്ട് ആ ഒരു വിഷയം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ആത്മീയമായി കൊണ്ട് സംസ്കരണമാണ് നോമ്പിന്റെ രണ്ടാമത്തെ ലക്ഷ്യം. മൂന്നാമത്തെ കാര്യം എന്താണെന്നറിയോ? ക്ഷമയും സഹനവും നമ്മളെ പഠിപ്പിക്കുകയാണ് നോമ്പ്. ക്ഷമയും സഹനവും. ക്ഷമിക്കാൻ കഴിയാത്ത ആൾക്ക് നോമ്പ് വെക്കാൻ പറ്റും? ക്ഷമിക്കാൻ കഴിയാത്ത ഒരാൾക്ക് നോമ്പ് വെക്കാൻ പറ്റും? അല്ലെ? എത്ര വലിയ ക്ഷമ വേണം! ഈ ക്ഷമ എന്ന് പറഞ്ഞാൽ വിശ്വാസത്തിലെ ഏറ്റവും വലിയ ആയുധമാണ് സുഹൃത്തെ, ഏറ്റവും വലിയ ആയുധമാണ്. അതുകൊണ്ട് തന്നെ ക്ഷമ എന്ന പാഠത്തെ ജീവിതത്തിലേക്ക് ആവാഹിച്ചൊരു മനുഷ്യൻക്ക് കിട്ടുന്ന പ്രതിഫലം റഹ്മാനായ റബ്ബ് പറയാ, ഇന്നമാ യുവഫസ്സാബിറൂന അജ്റഹും ബിഗൈരി ഹിസാബ്. ക്ഷമാലുക്കൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ, അവർ അതിന്റെ നന്മകൾ കണക്കില്ലാതെയാണ് പടച്ചു കൊടുക്കുക എന്നുള്ളതാണ്. കണക്കില്ലാതെ റഹ്മാനായ റബ്ബ് കൂലി ഏറ്റി കൊടുക്കുന്ന മഹാഭാഗ്യവാന്മാരാണ് ക്ഷമാലുക്കളെങ്കിൽ. ആ ക്ഷമ എന്ന വലിയൊരു അധ്യായത്തെ ജീവിതത്തിന്റെ സർവ്വ മേഖലകളിലേക്കും പതിപ്പിക്കാൻ കഴിയുന്ന ഒരു അവസരമുണ്ടെങ്കിൽ അത് റമളാനിലെ നോമ്പ് എന്ന അവസ്ഥയാണ്. അതുകൊണ്ട് ഉപയോഗപ്പെടുത്തുക. ഇങ്ങനെ 2-3 പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ പറഞ്ഞു നോമ്പിനെ. വിശുദ്ധ ഖുർആനിലൂടെ, റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത ഹദീസുകളിലൂടെ നമ്മളെ പഠിപ്പിച്ച ഈ ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ നോമ്പ് നോൽക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ നോമ്പ് നോൽക്കുമ്പോൾ നമുക്ക് ഈ ലക്ഷ്യത്തിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സന്തോഷിക്കാം. ഇനിയുള്ള നോമ്പിന്റെ പ്രതിഫലം പ്രിയപ്പെട്ടവരെ നമ്മൾ കേട്ടോളൂ. ഈ ലക്ഷ്യത്തിലേക്ക് നമ്മുടെ നോമ്പ് കൊണ്ട് നമുക്ക് എത്താൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ നോമ്പുകാരെ കാത്തിരിക്കുന്ന പ്രതിഫലം റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒന്ന്, അവൻക്ക് കണക്കില്ലാതെ വാരിക്കോരി ഞാൻ പ്രതിഫലം കൊടുത്തുകൊണ്ടിരിക്കുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുദ്സിയായ ഹദീസിൽ നമ്മൾ പഠിപ്പിക്കുക. ഏത് നന്മകൾക്കും അല്ലാഹു റസൂൽ പറയാ, കുല്ലു അമലി ബിനി ആദം യുദാഅഫു ലഹുൽ ഹസനഹ ബിഅശ്രി അംസാലിഹാ ഇലാ 700 ളഅഫിൻ. ഏതൊരു നന്മയും ഒരു ആദം സന്തതി ചെയ്തോ 10 മുതൽ 700 ഇരട്ടി വരെയും അതിനപ്പുറത്തേക്കും കൊടുക്കും. ഇല്ല സൗം, നോമ്പൊഴികെ. ഫഇന്നഹു ലീ വഅന അജ്സി ബി. ആ നോമ്പ് എനിക്കുള്ളതാണ്, ഞാനാണ് അതിന് പ്രതിഫലം കൊടുക്കുന്നത് എന്ന് പറഞ്ഞാൽ എന്താ? ബാക്കിയുള്ളതൊക്കെ വേറെ എടുത്ത് കൊടുക്കാന്നാണോ? അല്ല. പക്ഷേ ബാക്കിയുള്ള അമലുകളിൽ നിന്നും നോമ്പിനൊന്ന് സെപ്പറേറ്റ് ആക്കി മാറ്റി. കാരണം എന്താ അറിയോ? നിസ്കരിക്കുന്നുണ്ടോ വേറെ കാണാൻ കഴിയും, അല്ലെ? ഹജ്ജ് ചെയ്യുന്നുണ്ടോ, ഉംറ ചെയ്യുന്നുണ്ടോ, എല്ലാം മറ്റുള്ളവർക്ക് കാണാൻ കഴിയും. നോമ്പ് എന്ന കാര്യം നല്ല മൂക്കറ്റം തിന്ന് ഒരു നോമ്പുകാരനെ പോലെ അഭിനയിച്ച് നടക്കാൻ ഏതൊരാൾക്കും പറ്റും, അല്ലെ? ശക്തമായ ദാഹം ഉണ്ടായിട്ടും വീട്ടിൽ ആരുമില്ല, ആരും കാണില്ല, ഫ്രിഡ്ജ് തുറന്ന് ഒരു ഗ്ലാസ് വെള്ളം എടുത്തു കുടിച്ചൊരു കുട്ടി അറിയില്ല. പിന്നെ എന്തേ സുഹൃത്തെ ചെയ്യാതിരുന്നത്? പിന്നെ എന്തേ നീ അത് ചെയ്യാതിരുന്നത്? പടച്ചോൻ കാണുന്ന ബോധമാണ്, അല്ലെ? ആ ത്യാഗത്തിന് പടച്ചൊട്ട വില എന്താ അറിയോ? ഇത്രയെന്നില്ല, അത് പടച്ചോന്റെ തൃപ്തിക്കനുസരിച്ച് വാരിക്കോരി കൊടുക്കുമെന്നാണ് റഹ്മാനായ റബ്ബ് അത്തരം മുത്തഖികൾ നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ, അല്ലേ? മെച്ചമൊന്നതാണ്, കണക്കില്ലാതെ പ്രതിഫലം. പിന്നെന്താ പറഞ്ഞെന്നറിയോ? രണ്ടാമതായി കൊണ്ട് പറയാ, പടച്ചോനെ കണ്ടുമുട്ടാനുള്ള തൗഫീക്ക് നോമ്പുകാരനുണ്ട് എന്ന്. നോമ്പുകാരനിക്ക് 2 സന്തോഷമുണ്ട്. ഒന്നാമത്തെ സന്തോഷം നമുക്കൊക്കെ ഇഹലോകത്ത് കിട്ടുന്ന സന്തോഷം, ഹീന യുഫ്തിറു. 2 വിവക്ഷ പറഞ്ഞു. അവൻ നോമ്പ് തുറക്കുന്ന സമയം, നോമ്പെല്ലാം അവസാനിച്ചവൻ പെരുന്നാൾ ഈദുൽ ഫിത്തർ അവൻ അനുഭവിക്കുന്ന സമയം, വല്ലാത്ത സന്തോഷമാണ്, അല്ലെ? വല്ലാത്ത സന്തോഷമാണ്. പിന്നെന്താ പറഞ്ഞറിയോ? വഫർഹത്തുൻ ഇൻദ ലിഖാഇ റബ്ബി. ഏതൊരു രക്ഷിതാവിന്റെ കൽപ്പനക്കനുസരിച്ചാണ് അവൻ നോമ്പ് നോറ്റത്, ആ റഹ്മാനായ റബ്ബിനെ കാണുമ്പോൾ ഉണ്ടാകുന്നൊരു സന്തോഷം. സ്വർഗീയ അനുഗ്രഹങ്ങളിലെ ഏറ്റവും വലിയ അനുഗ്രഹം റഹ്മാനായ റബ്ബിനെ കാണലാണ്. ആ കാഴ്ചക്ക് നമ്മളെ പര്യാപ്തമാക്കുന്ന ഏറ്റവും വലിയൊരു ആരാധനയിലേക്കാണ് ഇൻഷാ അല്ലാഹ് നമുക്ക് പോകാനുള്ളത്.
മൂന്നാമത്തെ കാര്യം എന്താണെന്നറിയോ? സ്വർഗത്തിലേക്ക് പ്രവേശനം നരകമോചനം വഴിയാണ് സാധ്യമാവുക. അള്ളാഹുവിന്റെ റസൂല് പറയാ, മൻ സോമ യൗമൻ ഫീ സബീലില്ലാഹ്, ആരാണ് അള്ളാഹുവിന്റെ മാർഗത്തിൽ ഒരു ദിവസം നോമ്പ് നോറ്റത്, ബഅദല്ലാഹു അനിൻ നാരി 70 ഖരീഫ, ഒറ്റ ദിവസത്തെ നോമ്പ് കൊണ്ട് 70 വർഷത്തെ വഴിദൂരത്തേക്ക് തന്റെ മുഖത്തെ നരകത്തിൽ നിന്നും അകറ്റുമെന്നാണ്. സുബ്ഹാനല്ലാഹ്. അള്ളാഹ് നമ്മളോട് ചെയ്തു വെച്ച കാര്യങ്ങൾ ആലോചിക്കുക. വലിയൊരു സൗണ്ട് കേട്ടു അള്ളാന്റെ റസൂലും സ്വഹാബത്തും ഇരിക്കുന്ന സമയത്ത്. എന്താ അവിചാരിതമായി അപ്രതീക്ഷിതമായി ഒരു സൗണ്ട്? അള്ളാന്റെ റസൂലിന്റെ മറുപടി, 70 വർഷങ്ങൾക്ക് മുൻപ് നരകത്തിന്റെ മുകളിൽ നിന്നിട്ട് ഇട്ടൊരു കല്ല് അതിന്റെ അടിത്തട്ടിൽ പോയി തട്ടിയ സൗണ്ടാണ് സ്വഹാബ നിങ്ങൾ കേട്ടത്. 70 വർഷം ആ കല്ല് നമ്മൾ ഉറങ്ങുമ്പോഴും നമ്മൾ ഉറന്നിരിക്കുമ്പോഴും ആ കല്ല് സഞ്ചരിക്കുകയായിരുന്നു. അപ്പൊ ഒറ്റ ദിവസത്തെ നോമ്പ് കൊണ്ട് അടിത്തട്ടിൽ നിന്നും പുറത്തേക്ക് എത്താനുള്ള തൗഫീക്ക് പടച്ചു നമുക്ക് തരിക. ഇതിനേക്കാൾ വലിയ സൗകര്യവും ഇതിനേക്കാൾ വലിയ ഓഫർ എന്താ സുഹൃത്തെ വേണ്ടത്? നാം ഭയപ്പെടുന്ന നരകം, നാം ഭയപ്പെടുന്ന നരകം. റബ്ബന സ്രിഫ് അന്നാ അദാബ ജഹന്നം ഇന്ന അദാബഹാ കാന ഗറാമ. നമ്മൾ പറഞ്ഞില്ലേ, പടച്ചോനെ ഞങ്ങളെ നരകത്തിൽ നിന്ന് നീ അകറ്റിത്തരണേ റബ്ബേ എന്ന് പറഞ്ഞില്ലേ. ഇബാദുർ റഹ്മാൻ തന്റെ പ്രാർത്ഥനകളിൽ കോരിയിടുന്ന പ്രാർത്ഥന എന്ന് പറഞ്ഞില്ലേ. നമ്മൾ കെഞ്ചി പറഞ്ഞ പ്രാർത്ഥനയ്ക്ക് സുഹൃത്തെ നോമ്പ് നമ്മളെ സഹായിക്കും. 1 അല്ല 2 അല്ല 3 അല്ല 4 അല്ല 70 വർഷത്തെ വഴി ദൂരത്തേക്ക് ഒറ്റ നോമ്പ് കൊണ്ട്. അങ്ങനത്തെ ഒരു 10-30 ദിവസം കിട്ടിയാൽ അൽഹംദുലില്ലാഹ്, അത് വല്ലാത്തൊരു ഖൈറല്ലേ. അതുകൊണ്ട് അതാണ് അതിലൂടെ ഏറ്റവും വലിയ നമുക്ക് കിട്ടുന്ന മെച്ചം നമ്മൾ മനസ്സിലാക്കുക. സ്വർഗപ്രവേശനം എന്ന് മാത്രമല്ല, സ്വർഗത്തിലേക്ക് ഒരു സ്പെഷ്യൽ എൻട്രി തന്നെ നമുക്ക് ലഭിക്കുകയാണ്. ഒരു പ്രത്യേക കവാടം, അതിന്റെ പേര് റയ്യാൻ എന്നാണ്. ആ റയ്യാനിലൂടെ നോമ്പുകാരല്ലാതെ ആരും പ്രവേശിക്കുകയില്ലെന്ന് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അഞ്ചാമതായി കൊണ്ട് പറഞ്ഞു അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാ, അല്ലാഹു റസൂൽ പറയാ, അസ്സിയാമു വൽ ഖുർആനു യശ്ഫഅാനു ലിൽ അബ്ദി. നോമ്പും അതേപോലെ തന്നെ വിശുദ്ധ ഖുർആനും തന്റെ സഹചാരിക്ക് വേണ്ടി ശുപാർശ പറയാൻ വേണ്ടി വരുമെന്നാണ്. നോമ്പ് നമുക്ക് വേണ്ടി ശുപാർശ പറയുമത്രേ. നോമ്പ് നമുക്ക് വേണ്ടി ശുപാർശ പറയും. വേറെ ആരും ഉണ്ടാവില്ല കൂട്ടരെ, വേറെ ആരും നമ്മുടെ കൂടെ ഉണ്ടാവില്ല. നോമ്പ് പറയും നമുക്ക് വേണ്ടിയിട്ട്. എന്താ നോമ്പ് പറയാ? റബ്ബി ഇന്നി മനഅതുഹു അത്'ആമ വശറാബ ബിന്നഹാരി ഫശഫ്ഇനി ഫീഹി. അല്ലാഹുവേ, അവനിക്ക് വിശപ്പുണ്ടായ സമയത്ത് ഭക്ഷണത്തെ തൊട്ടും അവനിക്ക് ദാഹമുണ്ടായ സമയത്ത് പാനീയത്തെ തൊട്ടും ഞാനാണ് അവനെ തടഞ്ഞത്, ഞാൻ കാരണമാണ് അവൻ തടഞ്ഞു വെച്ചത്. സ്വന്തം ഇണ തന്റെ കൂടെയുണ്ടായിട്ടും ഇണയെ പ്രാപിക്കാനുള്ള ആഗ്രഹം ഉടലെടുത്തിട്ടും അതിൽ നിന്നെല്ലാം തടഞ്ഞു നിർത്തിയത് ഞാനാണ്. റബ്ബി ഫശഫ്ഇനി ഫീഹി. അതുകൊണ്ട് പടച്ചോനെ, അവന്റെ വിഷയത്തിൽ ശുപാർശ പറയാനുള്ള സാഹചര്യം എനിക്ക് നൽകണേ. അല്ലാഹു കൊടുക്കും. നമ്മളെ രക്ഷപ്പെടുത്താൻ അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ആറാമതായി കൊണ്ട് പറഞ്ഞു, ആമാശയം ഖാലിയാകുമ്പോൾ സ്വാഭാവികമായിക്കൊണ്ടും ഉണ്ടാകുന്ന വായയുടെ ദുർഗന്ധമുണ്ട്. അള്ളാഹുവിന്റെ റസൂൽ പറയാ, വഇന്ന റീഹസ്സായിമി അത്യബു ഇൻദല്ലാഹി മിൻ റീഹിൽ മിസ്കി. കസ്തൂരിയേക്കാൾ സുഗന്ധമായിരിക്കും റഹ്മാനായ റബ്ബിന് നാളെ അതിന്റെ അടുത്ത് വില എന്നതാണ്. അതുകൊണ്ട് ഏത് ദുർബലതകൾക്കും റഹ്മാനായ റബ്ബ് നോമ്പുകാരൻ എന്നൊരു പരിഗണനയിൽ നമുക്ക് കൂലി ഏറ്റി തരികയാണ്. ഈ വലിയ പ്രതിഫലമാണ് നമ്മളെ കാത്തിരിക്കുന്നത്. പക്ഷേ ആ നോമ്പ്, ഈ പ്രതിഫലമൊക്കെ കിട്ടണോ? നോമ്പ് നമുക്ക് നിശ്ചയിച്ചു തന്നതിന്റെ പിന്നിലുള്ള ലക്ഷ്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. അത് തഖ്വയാണ്, അത് ആത്മീയമായ സംസ്കരണമാണ്, അത് ക്ഷമയാണ്. ഈ 3 പോയിന്റിനെ ജീവിതത്തിൽ മനസ്സിൽ കോറിയിട്ടോ ഓരോ നോമ്പ് കഴിയുമ്പോഴും പടച്ചോനെ, ഈ ലക്ഷ്യത്തിൽ നിന്നും ഞാൻ മാറാതിരിക്കാൻ നീ എനിക്ക് തൗഫീക്ക് നൽകണമെന്ന് പ്രാർത്ഥിച്ചോളിൻ. റഹ്മാനായ റബ്ബ് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വലിജമീഇൽ മുസ്ലിമീന വസ്തഗ്ഫിറു മിൻ കുല്ലി ദംബ് ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് വേണ്ടി നാം നോക്കാൻ പോകുന്ന നോമ്പ്, അതിന്റെ ലക്ഷ്യങ്ങളും ആ ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കപ്പെടുന്ന മുറക്ക് നമുക്ക് കിട്ടാനിരിക്കുന്ന പ്രതിഫലങ്ങളുടെ കൂമ്പാരങ്ങളെ സംബന്ധിച്ചിട്ടാണ് നമ്മൾ കേട്ടത്. നോമ്പ് നോൽക്കുമ്പോൾ നാം ചില മര്യാദകൾ, ചില സുന്നത്തുകൾ എടുക്കേണ്ടതുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് നിയ്യത്ത് എന്നുള്ളത്.
നിയ്യത്ത് ഒരിക്കലും ചൊല്ലിപ്പറയുന്ന ഒരു സാഹചര്യം ഇല്ല. എന്നാൽ തലേ ദിവസം തന്നെ പിറ്റേ ദിവസം എനിക്ക് നോമ്പാണ് എന്നൊരു ബോധം നമുക്കുണ്ടാകേണ്ടതുണ്ട്. ഇത് പ്രത്യേകം പറയാനുള്ള കാരണം, സാധാരണഗതിയിൽ നമ്മൾ നാളെ എനിക്ക് സുന്നത്ത് നോമ്പുണ്ട്, ഇപ്പൊ തിങ്കളാഴ്ച നാളെയാണെങ്കിൽ തലേന്ന് കിടക്കുമ്പോൾ എനിക്ക് നോമ്പ് നോൽക്കണം എന്നുള്ള പ്രത്യേകിച്ച് ഒരു നിയ്യത്തൊന്നുമില്ല, മനസ്സിൽ കരുതിയിട്ടില്ല. പക്ഷെ അവൻ നാളേക്ക് വന്നു, പിന്നെ സുബൈ നമസ്കാരം, സുബൈക്ക് ശേഷം അവനൊന്നും കുടിച്ചിട്ടോ ഭക്ഷണം കഴിച്ചിട്ടോ ഒന്നും ഇല്ല എങ്കിൽ അവനക്ക് പെട്ടെന്ന് തീരുമാനിക്കാം ഇപ്പോൾ മുതൽ എനിക്ക് നോമ്പാന്ന് പറഞ്ഞാൽ അവനക്ക് ആ നോമ്പ് തുടരാൻ പറ്റും. ഇങ്ങനത്തെ ഒരു അവസ്ഥ ഫർദിനില്ലാത്തത് കൊണ്ട് തന്നെ തലേന്ന് തന്നെ നാളെ എനിക്ക് നോമ്പുണ്ട് എന്നൊരു ബോധം നമുക്ക് ഉണ്ടാകണം. അതല്ലാതെ പ്രത്യേക നവൈത്തു സൗമ ഖദിൻ എന്ന് തുടങ്ങുന്നതായ വാചകങ്ങളൊന്നും ഹദീസുകളിലോ മുൻഗാമികളുടെ ജീവിതത്തിൽ സ്ഥിരപ്പെട്ടിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താ അറിയോ? അത്താഴം കഴിക്കുക എന്നുള്ളതാണ്. അത്താഴം കഴിക്കുക. പല ആളുകളും അതിനെ അവഗണിക്കുന്ന സാഹചര്യം കാണാറുണ്ട്. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, തസഹറൂ ഫഇന്ന ഫി സുഹൂരി ബറക. നിങ്ങൾ അത്താഴം കഴിക്കണം, അത്താഴത്തിൽ ബറക്കത്തുണ്ട്. ഒരുപാട് കഴിക്കണമെന്നൊന്നുമില്ല. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, എത്ര റിസ്ക് ഉണ്ടെങ്കിൽ ആ നേരത്തൊന്ന് എണീറ്റിട്ട് നിങ്ങൾ ഒരു ഇറുക്ക് വെള്ളമെങ്കിലും അത്താഴത്തിന്റെ നെയ്യത്ത് വെച്ച് നിങ്ങൾ കുടിക്കണം. കാരണം ആ ഒരു ഇറുക്ക് വെള്ളത്തിൽ റഹ്മാനായ റബ്ബ് മറ്റു സമയങ്ങൾ കുടിക്കുമ്പോൾ കിട്ടാത്തൊരു ബറക്കത്ത് അതിനുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് നിങ്ങൾ ആ ഒരു സമയം പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. പിന്നെ അത്താഴത്തിൽ എന്താണ് കഴിക്കാന്ന് വെച്ചാൽ നമ്മൾ പലർക്കും പല മെനുകളായിരിക്കും ഉണ്ടാകുക. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, നിഅമ സഹൂറുൽ മുഅ്മിനി അത്തം. ഒരു വിശ്വാസിയുടെ ഏറ്റവും നല്ല അത്താഴത്തിന് വിഭവം എന്ന് പറയുന്നത് അത് ഈത്തപ്പഴമാണ് എന്നതാണ്. ഈത്തപ്പഴം മാത്രം കഴിക്കണമെന്നില്ല, ഇനി വേറെ എന്തെങ്കിലും കഴിക്കുന്ന ഒരാൾക്ക് ഈത്തപ്പഴം കൂടെ ആഡ് ചെയ്ത സുന്നത്ത് കൂടെ എടുക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നുള്ളതാണ് സൂചിപ്പിക്കുവാനുള്ളത്. പിന്നെ പല ആളുകളുടെയും ഒരു മിഥ്യാധാരണയുണ്ട്. എന്ത്? അത്താഴം വളരെ നേരത്തെ കഴിക്കുന്ന ആളുകളുണ്ട്. എന്നിട്ട് സുബഹി ആകുമ്പോഴേക്കും വിശന്നിട്ട് സുബഹിലേക്ക് പ്രവേശിക്കണം. ആര് പറഞ്ഞ ഹിക്മത്താന്ന് അല്ലാഹു അലം. ആ സഹറ എന്ന് പറഞ്ഞാലുള്ള അറബി പദം പോലും വന്നിട്ടുള്ളത് എപ്പോഴാണെന്നറിയോ? മാ ഖുബൈലൽ ഫജ്ർ എന്നാണ്. അതിന്റെ ഭാഷാർത്ഥം മാത്രം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ആ സമയം വളരെ ക്ലിയർ ആണ്. എന്താ? ഫജറിന് തൊട്ട് മുമ്പുള്ള ആ ഒരു സമയത്തിനാണ് അറബി ഭാഷയിൽ അത് പറയുക. ഇനി അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്വഹാബത്ത് പറയാണ്, എന്ത്? തസഹർനാ മഅൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങൾ അള്ളാഹുവിന്റെ റസൂലിന്റെ കൂടെ അത്താഴം കഴിക്കാറുണ്ടായിരുന്നു. സുമ്മ ഖാമ ഇല സ്വലാഹ്, എന്നിട്ട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിക്കാൻ വേണ്ടി പോകും. അപ്പൊ ഞാൻ ചോദിച്ചു, കം കാന ബൈനൽ അദാനി വസ്സുഹൂർ, പ്രവാചകന്റെ അത്താഴവും അതേപോലെ തന്നെ പിന്നെ ബാങ്കിനും ഇടയിൽ എത്ര സമയം ഉണ്ടായിരുന്നു? അത് കൃത്യമായ അഫ്ളലായ സമയം കിട്ടാൻ വേണ്ടിയാണ് ചോദിച്ചത്. അദ്ദേഹം പറഞ്ഞത് ഖദ്റു 50 ആയ, ഒരു 50 ആയത്ത് ഓതി തീർക്കാനുള്ള സമയം. അത്താഴം കഴിഞ്ഞ് സുബഹി ബാങ്കിന്റെ ഇടയിലുള്ള സമയം ഒരു 50 ആയത്ത് ഓതി തീർക്കാനുള്ള സമയമാണ്. അപ്പൊ അത്രയും സുബഹിയോട് അടുത്ത് നിൽക്കുന്ന സമയത്താണ് നമ്മൾ ഭക്ഷണം അത്താഴം കഴിക്കേണ്ടത് എന്നതാണ് ഹദീസുകളിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പൊ ആ ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ആ ഒരു സമയം ഏറ്റവും പ്രധാനപ്പെട്ട സമയമാണ്. ഒരു 50 ആയത്ത് ഓതാന്ന് പറഞ്ഞ സമയം ഉണ്ടല്ലോ, ഒരു 10-15 മിനിറ്റ് നമുക്ക് കിട്ടും. അത് ഏറ്റവും പ്രധാനപ്പെട്ട സമയമാണ്. അത് ഏതാ സമയം? അള്ളാഹു ഒന്നാം ആകാശത്തിലേക്ക് ഇറങ്ങി വരുന്ന സമയം. സഹോദരാ, തഹജ്ജുദ് എന്ന വിഷയത്തിൽ പലപ്പോഴും നമുക്കൊക്കെ ചില പോരായ്മകൾ സംഭവിക്കാറുണ്ട്. ജീവിതത്തിൽ ശീലമാക്കാൻ കഴിയുന്ന ഒരു സമയമാണിത്. എന്തായാലും നമ്മൾ അത്താഴത്തിന് വേണ്ടി എണീക്കുമല്ലോ, അത് തഹജ്ജുദും കൂടി കണ്ട് എണീക്കാൻ നമുക്ക് കഴിയണം. ഏതായാലും നമ്മൾ തറാവിയൊക്കെ നമസ്കരിക്കും. പക്ഷെ ആ ഒരു സമയത്ത് നമ്മൾ വെറുതെ ഒന്നുകൂടെ 2 റക്അത്ത് നിസ്കരിച്ച് റഹ്മാനായ റബ്ബിനെ നമുക്ക് പ്രാർത്ഥിക്കാലോ. നമ്മുടെ തറാവി ഒറ്റയായിക്കൊണ്ട് അവസാനിപ്പിച്ചത് കഴിഞ്ഞു, രാത്രി നമസ്കാരം നമുക്ക് കഴിഞ്ഞു. പക്ഷെ ആ ഒരു സമയം ഒരു 2 റക്അത്ത് നിസ്കരിച്ച് പിന്നെ റഹ്മാനായ റബ്ബിനോട് നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. ഏറ്റവും പ്രതിഫലം പിന്നെ റമദാൻ മാസത്തിനുള്ളിലേക്ക് കയറിയാൽ തന്നെ പ്രാർത്ഥനയ്ക്ക് എമ്പാടും അവസരങ്ങളാണ്. ഏത് സമയം നമുക്ക് പ്രാർത്ഥിക്കാം. അതിലെ തന്നെ ഏറ്റവും ടോപ്പായ ഒരു സമയമാണേത്? തഹജ്ജുദിന്റെ സമയം. അത് റമളാനിലെ തഹജ്ജുദ് എന്ന് പറയുമ്പോൾ ഒന്നും കൂടെ പോലീശേകുന്നുണ്ട് എന്ന് നമ്മൾ വളരെ ഗൗരവത്തിൽ മനസ്സിലാക്കുക. ആ റമളാൻ കഴിയുമ്പോഴും പിന്നെ ആ ഒരു സമയം തഹജ്ജുദിന് എണീക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ബയോളജിക്കലി നമുക്ക് വരാൻ കഴിയേണ്ടതുണ്ട്. മൂന്നാമത്തെ കാര്യം എന്താണെന്നറിയോ? നോമ്പ് തുറക്കുമ്പോ സമയമാണ്. പല ആളുകളും പിന്നെ നോമ്പ് തൊറയുടെ സമയമായി കഴിഞ്ഞാലും പിന്നെയും ഇങ്ങനെ പിന്തിപ്പിക്കുന്നത് കാണാൻ പറ്റും. ഒരു ഖൈറും അതിലില്ല, ഒരു ഖൈറും അതിലില്ല. അള്ളാന്റെ റസൂലിനേക്കാളും വലിയ തഖ്വ നമുക്ക് വേണ്ട ആവശ്യമില്ല. അള്ളാന്റെ റസൂൽ എന്താ പറഞ്ഞത്? ലാ യസാലു നാസു ബിഖൈരിൻ മഅജ്ജലു അൽ ഫിത്ര. നോമ്പ് തുറക്കാൻ ധൃതിപ്പെടുന്ന കാലത്തോളം മുസ്ലിം ഉമ്മത്ത് ഖൈറിലാണ് എന്നതാണ്.
അതിനകത്ത് നേരത്തെ തുറക്കണം എന്നല്ല പറഞ്ഞു, നേരത്തെ തുറക്കാനും പാടില്ല. സമയമായി എന്ന് ബോധ്യപ്പെട്ടാൽ പിന്നെയും ഇങ്ങനെ ഒരു അനാവശ്യ വസ്വാസ്, എന്തായാലും പിന്നെ ആഗോളം ഇരുന്നില്ലേ, ഇനി വേവോളം കൂടി ഇരിക്കുക അല്ലെങ്കിൽ 6ഓളം ഇരിക്കുക എന്നൊക്കെ പറഞ്ഞതിലുള്ള ചില നെഗറ്റീവ് കമന്റുകളൊക്കെ അടിച്ചിട്ട് ഇങ്ങനെ പോകുന്ന ആളുകളുണ്ട്. അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല. അല്ലാഹു റസൂൽ സമയമായി എന്ന് ബോധ്യപ്പെട്ടു. ബാങ്ക് കേൾക്കണം എന്നല്ല, സമയമായി എന്നുള്ളത്. അതുകൊണ്ട് നല്ല ഗൗരവത്തിൽ നമ്മൾ ശ്രദ്ധിക്കുക. പിന്നെ ആ സമയത്ത് തന്നെ നോമ്പ് തുറക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നോമ്പ് തുറക്കുമ്പോൾ നമ്മൾ ഇഷ്ടപ്പെട്ട ഒരുപാട് വിഭവങ്ങൾ ഉണ്ടാവും, ഏതെങ്കിലും ഒന്നുകൊണ്ട് നോമ്പ് തുറക്കില്ല. അവിടെയും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയൊരു മുൻഗണനയുണ്ട്. അതേതാ? പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം ഈത്തപ്പഴം കൊണ്ട് നോമ്പ് തുറന്നു എന്നാണ്. ഈത്തപ്പഴമായിരുന്നു പ്രവാചകൻ സെലക്ട് ചെയ്തത്. അത് കഴിഞ്ഞിട്ടില്ല എങ്കിൽ കാരക്ക. അതിനും കഴിവില്ലാത്ത സമയത്ത്, കിട്ടാത്ത സമയത്ത്, നമുക്ക് കഴിവില്ലാത്ത സമയം ഉണ്ടാവില്ല, പക്ഷെ അള്ളാന്റെ റസൂൽ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതിനില്ലാത്ത സമയത്ത് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പച്ചവെള്ളം കൊണ്ടായിരുന്നു പിന്നെ തുറന്നിരുന്നത്. ഇന്ന് അൽഹംദുലില്ലാഹ് നമ്മുടെ കൈകളിൽ ഈത്തപ്പഴം സുലഭമാണ്. റഹ്മാനായ റബ്ബിന്റെ നിഅമത്തുകളെല്ലാം നമുക്ക് നിലനിർത്തിമാറാകട്ടെ. അതുകൊണ്ട് സുഹൃത്തുക്കളെ, അവിടെ പോലും ഒരു സുന്നത്ത് നമ്മൾ നഷ്ടപ്പെടുത്തുന്നില്ല എന്ന് ഉറപ്പുവരുത്താൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. പിന്നെ പ്രത്യേകിച്ച് ഒരു 10-13 മണിക്കൂറോളം നമ്മുടെ പിന്നെ ശരീരത്തിലേക്ക് ഒന്നും എത്താത്ത സമയത്ത് ആദ്യം മധുരമെത്തുന്നതിന്റെ പിന്നിലും മെഡിക്കലി ആളുകൾ, ഡോക്ടർമാർ അതിന്റെ പ്രത്യേക അനുഭവങ്ങളെ കുറിച്ച് പറയുന്നത് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളൊരു സംഗതി അത് തന്നെയാണ്. അതുകൊണ്ടാണ് അള്ളാഹു റസൂലേ അതിന്റെ പിന്നിലുള്ള ഹിക്മത്ത്, വഹീന്റെ അടിസ്ഥാനത്തിലല്ല അള്ളാഹു റസൂൽ മുൻഗണന കൊടുത്തത്, വഹീന്റെ അടിസ്ഥാനത്തിലല്ല അള്ളാഹു റസൂൽ മുൻഗണന കൊടുത്തത്, അതിന്റെ പിന്നിലുള്ള ഹിക്മത്ത് ഉണ്ട് എന്ന് നമ്മൾ കൃത്യമായി കൊണ്ട് പാലിക്കുക. അതുകൊണ്ട് ഈത്തപ്പഴത്തിന് മുൻഗണന കൊടുക്കാൻ നമുക്ക് കഴിയണം. പിന്നെ അത് തുറന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ബാങ്ക് കൊടുക്കുന്നുണ്ടാവും, ആ ബാങ്കിനും ഒരു ഭാഗത്ത് കൂടി ഇജാബത്ത് കൊടുക്കുന്ന സാഹചര്യം നമുക്ക് ഉണ്ടാകണം. തുറക്കാൻ വേണ്ടി നമ്മൾ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്ന സമയം, നാട്ടുവർത്തമാനങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ ആ സമയം കൊണ്ട് തുറക്കരുത്. അത് പ്രാർത്ഥനയ്ക്കുള്ള വലിയൊരു സമയമാണ്, ഒരു അവസരമാണ്. അതേപോലെ തന്നെ നോമ്പ് തുറന്ന് കഴിഞ്ഞാലും പ്രാർത്ഥനയുണ്ട്. അത് കടിച്ച ഉടനെയല്ല പ്രാർത്ഥന, നമ്മുടെ വയറ്റിലേക്ക് അന്യപാനീയങ്ങളൊക്കെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് റാഹത്ത് തോന്നുന്ന സമയത്ത് ഒരു പ്രാർത്ഥന ഉണ്ട്. പ്രാർത്ഥിക്കാൻ മറക്കരുത് സുഹൃത്തെ, വല്ലാത്തൊരു നന്ദിയുടെ വാക്കാണത്. ദാഹം പോയി, ദാഹം പോയി. എത്ര വലിയ ദാഹം ഉണ്ടായിരുന്നു, മണിക്കൂറുകളോളം ഞാൻ പിടിച്ചിരുന്ന ദാഹം അള്ളാഹുവിന്റെ തൗഫീഖോട് കൂടെ അത് പോയി. നാടിനരമ്പുകളെല്ലാം നനഞ്ഞു, അവിടേക്കെല്ലാം എത്തേണ്ട ഭാഗങ്ങൾ എത്തിക്കഴിഞ്ഞു. പിന്നെ പറയാണേ അള്ളാഹുവിന്റെ ഉദ്ദേശമുണ്ടെങ്കിൽ അവൻ വാഗ്ദാനം ചെയ്ത പ്രതിഫലം എനിക്ക് ലഭിക്കും. നേരത്തെ പറഞ്ഞ പ്രതിഫലം കിട്ടണ്ടേ? ഒരു നോമ്പ് കൊണ്ടുള്ള പ്രതിഫലം എത്രയാണ്? അതൊക്കെ എനിക്ക് കിട്ടുമെന്ന ആ ഒരു പ്രാർത്ഥന, അല്ലെങ്കിൽ കിട്ടണമെന്ന അർത്ഥത്തിൽ പ്രാർത്ഥിക്കുവാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് എന്നുള്ളതാണ് സൂചിപ്പിക്കുവാനുള്ളത്. പിന്നെ പല ആളുകൾക്കുണ്ട് വസ്വാസം ഉണ്ടാകുന്ന ചില ഏരിയകളുണ്ട്. ഇതുകൊണ്ടൊക്കെ നോമ്പ് മുറിയോ എന്നൊക്കെ കരുതിയിട്ട് ആളുകൾ ബേജാറായി ഇസ്ലാം അനുവാദം കൊടുത്ത പല വിഷയങ്ങളിലും ആളുകൾ ഇങ്ങനെ വേറെ എന്തൊക്കെയോ ഇങ്ങനെ ആരൊക്കെ പറഞ്ഞു പരത്തിയ കാര്യങ്ങളുമായിക്കൊണ്ട് വസ്വാസിലായി പോയ ചില വിഷയങ്ങളുണ്ട്. അതിലൊന്നാണ് മുങ്ങി കുളിക്കാൻ പറ്റും, പക്ഷെ വായിന്റെ ഉള്ളിലേക്ക് വെള്ളം പോകുന്നില്ല എന്ന് ഉറപ്പുവരുത്തിയാൽ മതി. റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പിന്നെ വെള്ളം കോരി നോമ്പ് കാലത്ത് ചൂട് സഹിക്കാൻ വയ്യാതെ പ്രവാചകൻ തുരുതുരാന്ന് വെള്ളം കോരി കുളിച്ചിരുന്നു എന്നൊക്കെ നമുക്ക് ഹദീസുകൾ കാണാൻ കഴിയും. രണ്ടാമത്തെ കാര്യം എന്താണെന്നറിയോ? ഉച്ച കഴിഞ്ഞാൽ പിന്നെ പല ആളുകളും പല്ല് തേക്കാറില്ല. കാരണം പിന്നെ വായുടെ ദുർഗന്ധം അള്ളാഹിന്റെ അടുത്ത് കസ്തൂരിയേക്കാൾ പിന്നെ പോരിശുള്ളതാണല്ലോ എന്ന് പറഞ്ഞിട്ട് എന്നത് അവിടെ തന്നെ നിന്നോട്ടെ എന്നാണ് ചില ആളുകൾ വിചാരിച്ചത്. എവിടുന്നാണ് അത് കിട്ടുന്ന അള്ളാഹു? അങ്ങനെയൊന്നില്ല. ഇപ്പോ ഏതുപോലെ ഷഹീദിന്റെ പിന്നെ രക്തവും ചലവും ഒക്കെ ശരീരത്തിൽ ബ്ലഡും കാര്യമൊക്കെ ഉണ്ടാവും. അത് ഇങ്ങനെ കാണുമ്പോൾ ഒരു പ്രയാസം നമുക്ക് തോന്നും. പക്ഷെ നിങ്ങൾക്ക് പ്രയാസം വേണ്ടതില്ല എന്ന് കരുതാനാണ് അള്ളാഹ് പറഞ്ഞത്. അതും കസ്തൂരിയേക്കാൾ ഏറ്റവും പിന്നെ സുഗന്ധപൂരിതാണെന്നൊക്കെ അള്ളാഹുവിന്റെ റസൂൽ പറയുന്നുണ്ട്. അതിന്റെ അർത്ഥം അത് ക്ലീൻ ചെയ്യേണ്ടെന്നാണ് അല്ല. എന്നതുപോലെ ഇത് ക്ലീൻ ചെയ്തു വെക്കണം. അള്ളാഹുവിന്റെ റസൂൽ പറയും, ലൗലാ അൻ അശുഖ അലാ ഉമ്മത്തി ലഅമർതുഹും ബിസിവാക് ഇൻദ കുല്ലി വുളൂ. ഓരോ വുളൂവിന്റെ സമയത്തും എന്റെ മുസ്ലിം ഉമ്മത്തിന് പ്രയാസം ഉണ്ടാകില്ലായിരുന്നുവെങ്കിൽ ഞാൻ നിർബന്ധമായിക്കൊണ്ട് ബ്രഷ് ചെയ്യാൻ കൽപ്പിക്കുമായിരുന്നു എന്നാണ്. അവിടെ ഒരു നോമ്പുകാരൻ എന്ന ഒരു മാറ്റി നിർത്തൽ പ്രവാചകൻ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് പ്രവാചകൻ പഠിപ്പിക്കാത്തൊരു ഹിക്മത്തൊന്നും നമുക്ക് വേണ്ടതില്ല എന്ന് സിമ്പിളായിക്കൊണ്ട് നമ്മൾ മനസ്സിലാക്കുക. അതുപോലെ തന്നെ കണ്ണിൽ സുറുമ ഇടുന്നത് കൊണ്ടോ, കണ്ണിൽ പിന്നെ തുള്ളിമരുന്ന് ഒറ്റിക്കുന്നത് കൊണ്ടോ, ചെവിയിൽ തുള്ളിമരുന്ന് ഒറ്റിക്കുന്നത് കൊണ്ടൊന്നും യാതൊരുവിധ പ്രശ്നവുമില്ല. പക്ഷെ മൂക്കിൽ തുള്ളിമരുന്ന് ഇടുന്നതിനെ സൂക്ഷിക്കണമെന്ന് പണ്ഡിതന്മാർ ഫത്വയിൽ നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ എണ്ണ കുഴമ്പ് പോലുള്ളത് ശരീരത്തിൽ ഉപയോഗിക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. ഒരു തെളിവില്ല സുഹൃത്തുക്കളെ. സുഗന്ധം ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയുന്ന ആളുകളുണ്ട്.
സുഗന്ധം ഉപയോഗിച്ചാലൊന്നും നമ്മുടെ നോമ്പിനെ അത് ബാധിക്കുകയില്ല എന്ന് വളരെ ഗൗരവത്തിൽ മനസ്സിലാക്കുക. അതേപോലെ തന്നെ രക്തം എടുക്കുന്നത് കൊണ്ടോ പല്ല് പറിക്കുന്നത് കൊണ്ടോ ഭക്ഷണത്തിന് പകരമല്ലാത്ത കുത്തിവെപ്പ് പ്രത്യേകം ശ്രദ്ധിക്കണം. പോഷകങ്ങൾ നൽകാത്ത കുത്തിവെപ്പ് പെട്ടെന്ന് എന്തിനും വന്നു കഴിഞ്ഞാൽ ഒരു ഇഞ്ചക്ഷൻ എടുക്കേണ്ടി വരും. അതുകൊണ്ടൊന്നും നോമ്പ് പോകുന്ന സാഹചര്യമില്ല. ഇന്നലെ ഗ്ലൂക്കോസ് കയറ്റി ഒരാൾക്ക് ഭക്ഷണത്തിന്റെ അതേ ഫലം നൽകുന്ന എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിക്കൊണ്ടും നോമ്പ് പോകുമെന്നതിനപ്പുറത്തേക്കുള്ള സംഗതികളൊന്നും നമ്മൾ പ്രത്യേകം വസ്വാസിലാകേണ്ടതില്ല. പിന്നെ പല ആളുകളും ഉമിനീരിറക്കാൻ പാടില്ല എന്ന് പറയും. ഫുൾ ടൈം ഓൺ തുപ്പിക്കൊണ്ട് ഇങ്ങനെ നടക്കുന്നതാണ്. ഫുൾ ടൈം ഓൺ തുപ്പിയിട്ട് കാറി തുപ്പി ആകെ അങ്ങോട്ട് പ്രയാസമാക്കി നടക്കുന്ന സാഹചര്യം ഉണ്ടാവും. അതിൻ്റെ ഒന്നും കാര്യമില്ല, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. കഫം വന്നു കഴിഞ്ഞാൽ തുപ്പുന്നതാണ് നല്ലതെന്ന് പറയും. ഇൻ കേസ് എങ്ങാനും ഇറങ്ങിപ്പോയാൽ അതുകൊണ്ട് നോമ്പ് മുറിയുന്ന സാഹചര്യവുമില്ല എന്നാണ് പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ ഭക്ഷണം സഹോദരിമാർക്ക് രുചിച്ച് നോക്കുന്നത് കൊണ്ട് യാതൊരുവിധ പ്രയാസവുമില്ല. അതേപോലെ തന്നെ പല ആളുകളും ശക്കിലായി പോകുന്ന കാര്യമാണ്. ചിലപ്പോൾ ഈ സ്വപ്നസ്ഖലനം ഉണ്ടാവും. ഉറങ്ങിയിട്ട് പകലൊക്കെ ഉറങ്ങുന്ന സമയത്ത് ചിലപ്പോൾ ജനാപത്തുകാരനാകും. അങ്ങനെ തന്റേതല്ലാത്ത കാര്യങ്ങളെ കൊണ്ട് സ്ഖലനം സംഭവിച്ചുകൊണ്ടൊന്നും നോമ്പ് അസാധുവായി പോകുന്ന സാഹചര്യം ഉണ്ടാകുന്നില്ല എന്ന് വളരെ ഗൗരവത്തിൽ നമ്മൾ മനസ്സിലാക്കുക. അഹ്കാമുകൾ നമ്മൾ പഠിച്ചേ പറ്റും. അത് പഠിക്കുമ്പോഴാണ് ഏറ്റവും നിർവൃതിയോടുകൂടെ ശൈത്താനൊരു വസ്വാസം നമ്മളെ ഏൽക്കാതെ ഏറ്റവും മനോഹരമായ റാഹത്തായി പ്രതിഫലമാക്കി കാംക്ഷിച്ചുകൊണ്ട് നമുക്ക് ആരാധനകൾ ചെയ്യാൻ പറ്റുകയുള്ളൂ എന്നത് കൊണ്ടാണ് വൈകിയ വേളയിലും ഇത് പ്രത്യേകം സൂചിപ്പിക്കുവാനുള്ള കാര്യം. അല്ലാഹു സുബ്ഹാനഹു വ തആല കൂടുതൽ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ച് മുന്നോട്ട് പോകാനുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവേ, അറിഞ്ഞും അറിയാതെയും വന്നു പോയിട്ടുള്ള ചെറുതും വലുതുമായ മുഴുവൻ തെറ്റുകളും കുറ്റങ്ങളും വിട്ടുപുറത്ത് മാപ്പാക്കി തരണമേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങൾക്ക് മുമ്പേ മരണപ്പെട്ടു പോയിട്ടുള്ള ഞങ്ങളുടെ മാതാപിതാക്കൾ, കൂട്ടുകുടുംബക്കാർ, ആദർശ ബന്ധുക്കൾ എല്ലാവരുടെയും ഖബറുകൾ വിശാലമാക്കി കൊടുക്കണമേ റഹ്മാനെ. വിശിഷ്യ ഇന്നലെ ഞങ്ങളുടെ കൂട്ടിൽ നിന്ന് വിട്ടുപിരിഞ്ഞു പോയ പ്രിയപ്പെട്ട ആസിയ എന്ന് പറയുന്ന സഹോദരി, അവരുടെ ഖബർ റഹ്മാനായ റബ്ബ് വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. ദഅ്വാ രംഗങ്ങളിലുമൊക്കെ സജീവമായി കൊണ്ടുണ്ടായിരുന്ന, നിത്യമായി പഠന സംവിധാനങ്ങളിലൊക്കെ നിറസാന്നിധ്യമായിരുന്ന അവരുടെ ഖബർ റഹ്മാനായ റബ്ബ് വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. അതുപോലെ തന്നെ ഇതിൽ കയറുന്നതിന് മുൻപ് ഒരു സുഹൃത്ത് സൂചിപ്പിച്ചു, അദ്ദേഹത്തിന്റെ കുടുംബത്തിൽപ്പെട്ട ഒരു ഡിഗ്രിക്ക് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി, അവൻ ട്രെയിനിൽ നിന്നും വീണ് ഗുരുതരാവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത് എന്നുള്ളതാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. റഹ്മാനായ റബ്ബ് എല്ലാവിധ പ്രയാസം തരണം ചെയ്ത് ആരോഗ്യവാനായി തിരിച്ച് ജീവിതത്തിലേക്കും റമദാനിന്റെ കർമ്മങ്ങളിലേക്കൊക്കെ എത്താനുള്ള തൗഫീഖ് അദ്ദേഹത്തിനും റഹ്മാനായ റബ്ബ് കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين.